അങ്ങനെ നമ്മുടെ ഊർമിള എല്ലാ കുട്ടികളെയും പോയി നോക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഒരു കുട്ടികളെ ഇഷ്ടപ്പെടുന്നില്ല. അവൾക്കാണെങ്കിൽ ചിന്നമോളാണ് വലിയ ഇഷ്ടമായത്. എന്തായാലും സിസ്റ്ററോട് വന്നിട്ട് പറയുന്നത് ഞാൻ ചിന്നമോളെ ദത്തെടുത്തോളാം എന്ന് പറയണ്ട. അപ്പോൾ നമ്മുടെ സിസ്റ്റർ പറയുന്നത് ചിന്നമോളെ ദത്തെടുക്കാൻ പറ്റില്ല, കാരണം അവളെ ഞങ്ങൾ റേഷ് ചെയ്തിട്ടില്ല, അങ്ങനെ അവളെ ഞങ്ങൾക്ക് റേഷ് ചെയ്യാൻ തോന്നണില്ല എന്ന് പറയണ്ട. അത് നമ്മുടെ നിയമം വിരുദ്ധമാണെന്നൊക്കെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ഞാൻ അവളെ ദത്തെടുക്കില്ല, പക്ഷേ എനിക്ക് റേസ് ചെയ്യാമല്ലോ, അവളെ എല്ലാ ചിലവും ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അവളെ പഠിത്തമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തായാലും സിസ്റ്റർ സമ്മതിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഊർമിള ചിന്നമോളോട് പറയുന്നുണ്ട് ഞാൻ ചിന്നമോളെ കാണാൻ പിന്നെ ഒരു ദിവസം വരാം കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചിന്നമോൾ ചോദിക്കുന്നത് എന്തിനാ, ഇപ്പം നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ, എൻ്റെ ഫ്രണ്ടിനെ കാണാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും എന്ന് പറയുമ്പോൾ ചിന്നമോൾ പറയണ്ട നമ്മൾ നല്ല ഫ്രണ്ട്സാണ്, ഞാൻ ഇടയ്ക്ക് വായോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ചിന്നമോൾക്ക് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഊർമിള പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ബാലചന്ദ്രൻ അലീനോട് പറയുന്നുണ്ട് നീ എല്ലാവരും നല്ല കൊണ്ടുവന്നിട്ടാണ് എല്ലാവരെയും രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന് നീ എല്ലാവരും നേർവഴിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, നിന്നോട് ഞാൻ എങ്ങനെ നന്ദി പറയാമെന്ന് അറിയില്ല, ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ തൊഴുകുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയണ്ട അച്ഛൻ എന്നോട് ഒന്നും പറയണ്ട, അച്ഛൻ എൻ്റെ അച്ഛനല്ലേ, അച്ഛൻ അങ്ങനെ ഒന്നും എന്നോട് പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. രണ്ടാൾക്കും സങ്കടം വന്നിട്ട് ഒരുപാട് കരയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.